ഡയബറ്റിക് ആയവർക്കും ഷുഗർ കട്ട് ചെയ്യുന്നവർക്കും കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പി പറഞ്ഞു തരട്ടെ. ഇതിനായിട്ട് ആദ്യം തന്നെ മിക്സറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ചെറു ചൂടായിട്ടുള്ള പാല് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് സ്യൂഗറാണ്. മധുരം കഴിക്കാൻ ആഗ്രഹിക്കുന്ന എന്നാൽ കഴിക്കാൻ പറ്റാത്ത ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ പറ്റിയ ഒരു സൊല്യൂഷനാണ് സ്യൂഗർ. സ്യൂഗറിൻ്റെ കുക്കിംഗ് സിറപ്പാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സ്യൂഗറിൻ്റെ ഒരുപാട് പ്രൊഡക്ട്സ് ആമസോണിലും അവരുടെ വെബ്സൈറ്റിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, പാലക്കാട്, തൃശ്ശൂർ ഇവിടെയൊക്കെ ഇവരുടെ ഔട്ട്ലെറ്റ് ഉണ്ട്. അവിടെ ഒരുപാട് ഷുഗർ ഫ്രീ പ്രൊഡക്ട്സും നിങ്ങൾക്ക് കിട്ടും. നമ്മൾ സാധാരണ പഞ്ചസാര ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് ഈ ഒരു കുക്കിംഗ് സിറപ്പും ഉപയോഗിക്കേണ്ടത്. നമ്മൾ സാധാരണ കേക്കിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാറ്. ഇതേപോലെ തന്നെ 1/2 കപ്പ് സ്യൂഗറിൻ്റെ കുക്കിംഗ് സിറപ്പ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നാച്ചുറൽ സ്വീറ്റ്നർ ആയിട്ടുള്ള സ്റ്റീവിയ, സൂക്രാലോസ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു കുക്കിംഗ് സിറപ്പ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് ആയവർക്കും അതുപോലെ തന്നെ ഷുഗർ കട്ട് ചെയ്യുന്നവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. 1/2 കപ്പ് സ്യൂഗറിൻ്റെ ഷുഗർ ഫ്രീ കുക്കിംഗ് സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് മൈദയിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഗോതമ്പ് പൊടി ഉപയോഗിച്ചുള്ള കേക്കിൽ പാൽപ്പൊടി ചേർക്കുമ്പോൾ രുചി ഒന്നും കൂടെ കൂടും. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1 നുള്ളു ഉപ്പും കൂടെ ചേർത്ത് ലോ സ്പീഡിൽ ഇതൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഓയിലിന് പകരം ബട്ടറോ നെയ്യോ കൂടി ഉപയോഗിക്കാവുന്നതാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ലോ സ്പീഡിലാണ് കറക്കിയെടുത്തത്. ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇത് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ കുഞ്ഞ് കറിപ്പാത്രങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഓയിൽ ഒന്ന് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ തന്നെ തയ്യാറാക്കിയെടുക്കണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിൻ്റെ 1/4 ഭാഗത്തോളം കൂട്ടൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുത്തു എന്നേ ഉള്ളൂ, ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാനാണ് പോകുന്നത്. സ്റ്റീമർ നേരത്തെ വെള്ളമൊഴിച്ച് ആവി വരാൻ വേണ്ടി വെച്ചിരുന്നു. ആവി നല്ലപോലെ വന്നതിന് ശേഷം ഈ ഒരു പാത്രങ്ങൾ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റ് നേരത്തേക്ക് നല്ലപോലെ തന്നെ ആവി കയറ്റിയെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തെടുക്കുക. ഞാനിതിപ്പോൾ ഇവിടെ കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഡയബറ്റിക് ആയവർക്ക് ഒട്ടും പേടിയില്ലാതെ മധുരം കഴിക്കാനായിട്ട് സ്യൂഗർ ഇന്ന് തന്നെ വാങ്ങിച്ചോളൂ.